ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 1-ാം തീയതി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ ഇടപെട്ട ഏതാനും 7 സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മ ഇന്നും ഇടപെടുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ ആഴപ്പെടണം. ആ പരിശുദ്ധ അമ്മയെ കൂടുതലായി ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. ജപമാല കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ചരിത്രം അനേകം സംഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ അനേകം പള്ളികൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പള്ളികൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പള്ളികളാണ്. ഓരോ പള്ളിക്കും പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒരു ചരിത്രം പറഞ്ഞു വെക്കാനുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യം അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ അനേകം പള്ളികളില്, തീർത്ഥാടനങ്ങളില് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുകയുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കൃപയുടെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മ, കൃപയാകുന്ന ഈശോയ്ക്ക് ജീവിതം കൊടുത്ത, മനുഷ്യനായി അവതരിക്കാൻ ജീവിതം വച്ചുകൊടുത്ത കൃപയുടെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മ ലോക ജനതയിലേക്ക് കൃപകൾ വർഷിക്കാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ജപമാല ചൊല്ലി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കൃപകൾ ഏതൊക്കെ മേഖലകളിൽ വേണോ, ഏതൊക്കെ കൃപകളാണോ നിനക്ക് വേണ്ടത്, അതെല്ലാം ഈശോയിൽ നിന്ന് കൃപയുടെ ഇരിപ്പിടമാകുന്ന പരിശുദ്ധ അമ്മ മേടിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ഏഞ്ചലിക് സല്യൂട്ടേഷനും ഒരു ഇവാഞ്ചലിക് സല്യൂട്ടേഷനും നമ്മൾ കാണുകയാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അത് ഗബ്രിയേൽ മാലാഖയുടെ സല്യൂട്ടേഷനായി പരിശുദ്ധ അമ്മയുള്ള അഭിവാദനമായി മാറിയെങ്കിൽ, നന്മ നിറഞ്ഞവളെ തമ്പുരാന്റെ അമ്മേ എന്ന് പറയുക എലിസബത്തിന്റെ ഒരു സല്യൂട്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിക് സല്യൂട്ടേഷനാണ്. മലഞ്ചെരിവിലെ വീട്ടിലേക്ക് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന പരിശുദ്ധ അമ്മയെ തമ്പുരാന്റെ അമ്മ എന്ന് ഏറ്റുപറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഏറ്റുപറഞ്ഞ് പാടിയ എലിസബത്തിനെ ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണം എലിസബത്ത് നടത്തിയതുപോലെ ഞാനും നിങ്ങളും ഇന്ന് ജപമാല കയ്യിലെടുക്കുമ്പോൾ മാലാഖയോട് ചേർന്ന്, എലിസബത്തിനോട് ചേർന്ന് സ്വർഗത്തെ പുത്രനായ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൃപകൾ സ്വന്തമാക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകൾ നമ്മൾ കാണുകയാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുക, പരിശുദ്ധ അമ്മ ജപമാല കയ്യിലെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളെ വ്യക്തിപരമായി പൊതിയുകയും സംരക്ഷിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്ന് ചരിത്രത്തിൽ അനേക സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഹിരോഷിമയിലെ ഒരു സംഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക. 1945 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഒരത്ഭുതം സംഭവിക്കുകയാണ്. ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 1917-ാമത്തെ വർഷത്തിൽ പരിശുദ്ധ അമ്മ ഭാഗ്യമായി പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു, യുദ്ധം അവസാനിക്കാനും ലോക സമാധാനത്തിനും വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം 2-ാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട ദിവസമാണ് ഓഗസ്റ്റ് മാസം 6-ാം തീയതി 1945. അത്തരുണത്തിൽ ജെസ്യൂട്ട് മിഷണറിമാർ ഈ ആറ്റം ബോംബ് വർഷിക്കപ്പെടുന്നതിന് ഏതാനും മൈൽ അകലെ എന്ന് പറഞ്ഞാൽ 1/2 മൈൽ
അകലെ, ആറ്റുകൊമ്പ് വീഴുന്നതിന് 1/2 മൈൽ അകലെയായി തങ്ങളുടെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ അവരുടെ ആശ്രമത്തിന്റെ പ്രത്യേകത അവിടെ നോവിഷ്യേറ്റ് ഹൗസാണ്, ഫോർമേഷൻ ഹൗസാണ്. അച്ഛനാകാനായിട്ട് സന്യാസിയാകാൻ ആഗ്രഹിക്കുന്നവർ, സന്യാസ ജീവിതത്തിന്റെ ഏറ്റവും മധുരതരമായ കാലഘട്ടം എന്ന് സഭ വിശേഷിപ്പിക്കുന്ന നവസന്യാസ കാലഘട്ടത്തിൽ ആയിരുന്നു കൊണ്ട് വൈദിക അത്തികളും വൈദികരും ഒക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ സമയത്താണ് ഹിരോഷിമയിൽ തങ്ങളുടെ സന്യാസ ഭവനത്തിന് 1/2 മൈൽ അകലത്തിലായി ആറ്റം ബോംബ് വർഷിക്കപ്പെടുക. ഇന്നും ഹിരോഷിമയിൽ ആറ്റം ബോംബിന്റെ തീവ്രമായ സൈഡ് എഫക്റ്റുകൾ അനേകം ജീവിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ സൈഡ് എഫക്റ്റുകൾ എത്രയോ ഭയാനകമായിരുന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു അത്ഭുതം സംഭവിച്ചത് ചരിത്രം സാക്ഷ്യപ്പെടുന്ന ഇപ്രകാരമാണ്. അവരുടെ ആശ്രമത്തിൽ ഇന്ന് ആ സ്ഥലത്ത് അവർ ലേഡി ഓഫ് അസംഷൻ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അല്ലെങ്കിൽ ഇവരുടെ ആശ്രമത്തിൽ ഇരുന്ന് ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട സുപ്പീരിയറിന്റെ പേരാണ് ഫാദർ ശിവർ എന്ന് പറയും. ഈ വൈദികനും കൂട്ടരും പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ ആശ്രമത്തിനോ പള്ളിക്കോ ഇവരുടെ ജീവിതത്തിനോ ഒരു ഹാനിയും സംഭവിച്ചില്ല എന്നത് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം ഇവർ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ, മിഷണറിമാരായ ഈ വൈദികര് നാട്ടിലെത്തിയപ്പോൾ ഇവരെ പരിശോധിച്ചപ്പോൾ ഇവരുടെ ശരീരത്തിൽ അണുബോംബിന്റെ ഒരു കിരണം പോലും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, എന്നെയും നിങ്ങളെയും വലിയ കെടുതിയിൽ നിന്ന്, യുദ്ധങ്ങളിൽ നിന്ന്, രോഗബാധയിൽ നിന്ന് പൊതിയാനുള്ള ഒരായുധം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ഈ കോവിഡ് മഹാമാരിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ നാടുകളിൽ വലിയ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയായ ജപമാല പ്രാർത്ഥന ഉയരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഒരു മഹാമാരിയും നിങ്ങളെ തൊടുകയില്ല. അമ്മ തന്റെ കാപ്പ വിരിച്ച് നിന്റെ കുടുംബത്തെ, നിന്റെ വ്യക്തി ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്ന് ഹിരോഷിമയിലെ ആ ജസ്യൂട്ട് വൈദികരുടെ സന്യാസാശ്രമത്തിൽ സംഭവിച്ച അതേ അത്ഭുതങ്ങൾ ഇന്നും നിന്റെ കുടുംബത്തിൽ വലിയ പ്രൊട്ടക്ഷനായ ജപമാലയുടെ സംരക്ഷണമായി ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ജപമാല കയ്യിലെടുത്ത് ഇന്നേ ദിവസം ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിനും നമുക്കും വ്യക്തിപരമായ സംരക്ഷണം പരിശുദ്ധ അമ്മ ഈ നാളുകളിൽ തരുവാൻ ആഗ്രഹിച്ച്, പ്രിയപ്പെട്ട മകനെ, മകളെ, കുടുംബത്തോടൊപ്പം ദൈവസന്നിധിയിൽ മുട്ടുകുത്താം, ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാം. ജപമാലയുടെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ചൊരിയട്ടെ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ തന്റെ ജപമാല മണികളിലൂടെ കൈകളോടിച്ച് മനസ്സ് ചേർത്ത് വയ്ക്കുന്ന നിന്റെ കുടുംബത്തിന് കൃപയുടെ നീർച്ചാൽ ഒഴുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് അമ്മയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ലോകത്തിലും സഭയിലും രാഷ്ട്രത്തിലും പരിശുദ്ധ അമ്മ വഴി ഉണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകൾ കുത്താം, ജപമാല കൈയെടുക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല മണികളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി
കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, ഈശോയുടെ ജ്ഞാനസ്നാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് വെള്ളം വീഞ്ഞാക്കി തന്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം കുറിച്ചതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം, മലയിലെ പ്രസംഗം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്നാഹ്വാനം ചെയ്യുകയും ചെയ്തതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം, ഈശോ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തന്റെ പരസ്യ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ,
ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മെശിഹായെ അനുഗ്രഹിക്കണമേ. മെശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ, ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. മുൾപടർപ്പിലെ അഗ്നിയാകുന്ന ദിവ്യകാരുണ്യനാഥനെ കാണാൻ ഓടിവാ മക്കളെ. ഇതിനൊരു വലിയ കൃപയുണ്ട്. അവനെ കണ്ടവരൊന്നും വെറും കൈയോടെ പോയിട്ടില്ല. അത് ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. പുത്രി നിർവിശേഷമായ സ്നേഹത്തോടെ, പുത്ര നിർവിശേഷമായ സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കണ്ട സന്തോഷത്തോടെ സ്തുതിച്ചേ മക്കളെ. ഈശോ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമാകുന്ന ഈശോ
ഈ ആലയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ മൊത്തം നമുക്ക് സമർപ്പിക്കാം. കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ ഉറ്റുനോക്കിക്ക്. എല്ലാ മക്കളും 1000 മടങ്ങ് സൂര്യനേക്കാൾ വലിയ ശക്തിയേറിയ കണ്ണുകളോടെ ഈശോ എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുക. സാധിക്കുമെങ്കിൽ ഇതിലെ എല്ലാ ലൈറ്റുകളും അണച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ മാത്രം ലൈറ്റുകൾ മതി. ബാക്കി എല്ലാം അണച്ച് നമുക്ക് ഈശോയെ മാത്രം ഉറ്റുനോക്കാം. മരുഭൂമിയിൽ കരയാൻ സ്തുതിക്കാൻ തളർന്നിരിക്കാനൊക്കെ ഈശോ ഇപ്പോൾ അനുവദിക്കുന്ന സമയമാണ്. ഈശോയെ മാത്രം എല്ലാ മക്കളും ഉറ്റുനോക്കുക. എൻ്റെ ഈശോയെ, ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമികൾക്കൊരവസാനം തരണം കർത്താവേ. എന്നെ നിന്നോട് ചേർത്ത് വെക്കണം കർത്താവേ. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേരാൻ കൃപ തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ഈശോയെ കൃപ തരണേ. കൈകൾ യാചനാരൂപത്തിൽ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് എൻ്റെ ഈശോയെ എന്ന് എല്ലാ മക്കളും വിളിക്കട്ടെ. അതരം തുറന്ന് വിളിച്ചോ. ഈശോ ഈശോ ഈശോ. ആവർത്തിച്ച് വിളിച്ചേ. കൊതി തീരാതെ മതി തീരാതെ ദാഹത്തോടെ വിളിക്കുക. ഈശോ ഈശോയെ, നിന്നെ കണ്ടു മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. നിന്നെ കണ്ടു മടങ്ങാൻ, ശക്തിയും മഹത്വവും കാണാൻ ആലയത്തിൽ വന്നിരിക്കുക കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഒരു ദർശനം തരികയാണ്. പീലാത്തോസിന്റെ മുമ്പിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ഈശോയെ കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നു. ചില ജീവിതങ്ങളുടെ നൊമ്പരങ്ങൾ അൾത്താരെ വിട്ട് ഈശോ ഇറങ്ങി വന്ന് ഏറ്റെടുക്കും. അതാണ് അതിന്റെ അടയാളം. മക്കൾ കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ. എല്ലാ മക്കളും വിളിക്കട്ടെ. യേശുവേ യേശുവേ. സ്വരം ഉയർത്തി വിളിച്ചു പ്രാർത്ഥിച്ച മക്കളെ ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി. ഒത്തിരി സ്നേഹത്തോടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് നോക്കാം. കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവേ, ഇതാ നിന്നെ തേടി ഞാൻ വന്നിരിക്കുകയും നീയാണ് എൻ്റെ ദൈവം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ ദൈവം കർത്താവേ. നീ മാത്രം എല്ലാ ജീവിതങ്ങളും ഈശോയോട് പറ. ഈശോയെ, നീയാണ് എൻ്റെ ദൈവം. കർത്താവ് ഇപ്പോൾ കാത് പഴുക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനോട് പറ, നീയാണ് എൻ്റെ ദൈവം. എൻ്റെ ആത്മാവിൽ ഞാൻ നിന്നെ തേടുന്നു കർത്താവേ. ദാഹമുള്ള ആത്മാവോടെ നിന്നെ തേടുന്നു കർത്താവേ. ദാഹമുള്ള ശരീരത്തോടെ നിന്നെ തേടുന്നു കർത്താവേ. ആഗ്രഹിച്ച് നിന്നെ തേടുകയാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിലേക്ക് വരണം കർത്താവേ. ന്യായീമിലെ വിധവ മുന്നിലൊന്നും കാണാതെ ശവമഞ്ചത്തിന്റെ പിന്നാലെ പോകപ്പോൾ അവളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇറങ്ങി വന്ന കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ വേദനയുടെ കടലിൽ കർത്താവേ ഞാൻ മുങ്ങിപ്പോകാതെ പെരുവെള്ളത്തിന് പിടിച്ചെടുക്കാൻ, കണ്ണുനീര് തുടയ്ക്കാൻ ഈശോ ആൾത്താരെ വിട്ടിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ച മക്കളെ, യേശുവേ. എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ. യേശുവേ യേശുവേ. സ്വരമുയർത്തി വിളിച്ച മക്കളെ നിർത്താതെ വിളിച്ച് ആവർത്തിച്ച് വിളിച്ച് യേശുവേ 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 യേശുവേ. ഈശോ 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 ഈശോയേ ഈശോ ഈശോ. താലോലിക്കാൻ ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു കുടുംബത്തിന് ഈശോ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, ആരാധനയുടെ അവസാന മണിക്കൂറുകളാണ് മെസ്സേജുകൾ ഈശോ തരിക. പക്ഷെ ഇപ്പോൾ ഈശോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈശോ ഉണ്ട്. വിശ്വാസ കണ്ണുകളോടെ ഈശോയെ നോക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മതി
മതിമറന്ന് നിങ്ങൾ ഈശോയെ വിളിക്ക്. നിങ്ങളുടെ സമയമായി ഇത്. പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് പോലെ എല്ലാ ജീവിതങ്ങളും ഈശോയെ വിളിക്കട്ടെ. ഈശോയെ ഈശോയെ നിർത്താതെ. മതി വന്നിട്ടില്ല. ഈശോയെ കിട്ടാൻ ആഗ്രഹിച്ചു, ഈശോയെ ചേർത്ത് ചേർത്ത് നിൽക്കാൻ ആഗ്രഹിച്ചു. സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം, കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. കർത്താവിനെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. നമുക്കൊക്കെ അറിയാം, ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും ഈശോയെ മാത്രം നോക്കുക. ഇനി ഏകാഗ്രത കിട്ടുന്നില്ല, കണ്ണടച്ചോണം. കാരണം ഇവിടെ ഈശോ ഉണ്ട്. ഈശോ നടന്ന് നടന്ന് വരികയാണ് നിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഈശോയെ കണ്ട് കൺമുമ്പിൽ അവനെ കിട്ടുമ്പോൾ കൈകൾ അടിച്ച് പാടി നമുക്ക് ആരാധിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. കർത്താവിനെ മാത്രം ഉറ്റുനോക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഇവിടെയുണ്ട്. ഈശോ ഇവിടെ ഇറങ്ങി നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമികൾക്ക് ഒരവസാനം തരാൻ. ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കാൻ അവനെ തേടി ഓടി വന്നതായി ഇവിടെ. ഈശോയെ തേടി ഓടി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സ്തുതിക്കാൻ, മരുഭൂമിയിൽ നിന്നെ സ്തുതിക്കാൻ, കണ്ണുനീർക്കണങ്ങൾ കണ്ണിൽ നിന്ന് വീഴുമ്പോൾ നിന്നെ അധരം തുറന്ന് സ്തുതിക്കാൻ, ഈ സഹനം തന്നതനെയോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ, ഒറ്റപ്പെടൽ തന്നതോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ, എല്ലാവരും കുറ്റം പറയുന്നതോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ, നാണക്കേട് തന്നതോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ, എന്താണോ ഇല്ലാത്തതെല്ലാം ചേർത്ത് വെച്ച് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ ഇപ്പം ഞാൻ തയ്യാറാണ് കർത്താവേ. എല്ലാ മക്കളും ഈശോയോട് പറ. ഒരുപക്ഷെ ജീവിത പങ്കാളി സ്നേഹിക്കാത്തതാകാം, ഒരുപക്ഷെ ആരും മനസ്സിലാക്കാത്തതാകാം, ഒരുപക്ഷെ അന്നു വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ടാകാം, അല്ലെ മക്കൾ ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാത്ത അവസ്ഥകളാകാം, പരീക്ഷകൾ പാസ്സാകാത്ത അവസ്ഥയാകാം, മുന്നിൽ വഴിയൊന്നുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന മേഖലയാകാം. ഈ മരുഭൂമിയിൽ നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ, നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. കരങ്ങൾ ഉയർത്തി ഞാൻ അങ്ങയെ സ്തുതിക്കും, സന്തോഷത്തോടെ ഞാൻ നിന്നെ സ്തുതിക്കും, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ അങ്ങയെ സ്തുതിക്കും കർത്താവേ, ജീവിതകാലം മുഴുവൻ അങ്ങയെ സ്തുതിക്കും. മതിമറന്ന് സ്തുതിച്ചേ മക്കളെ. കിട്ടിയ എല്ലാ നാണക്കേടും എല്ലാ മാനക്കേടും എല്ലാം ചേർത്ത് വെക്ക്, എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്ക്, എല്ലാ പരാജയങ്ങളും ചേർത്ത് വെച്ച് സ്തുതിച്ചേ, ശക്തമായി സ്തുതിച്ചേ മക്കളെ. കയ്യിൽ 100 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ സ്തുതിച്ചേ, മുന്നിൽ മറ്റൊരു വഴിയില്ലാതെ കാത്തിരിക്കേണ്ട അവസ്ഥയാണെങ്കിൽ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശക്തമായി കൈകൾ അടിച്ചു സ്തുതിച്ചേ. എല്ലാ മക്കളും കൈകൾ അടിച്ചു സ്തുതിച്ചേ. ഇത് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. കരങ്ങൾ അടിച്ച് നമ്മൾ സ്തുതിക്കുമ്പോൾ മാലാഖമാര് ചിറകുകൾ വിരിച്ച് താളത്തിനൊപ്പം ദൈവത്തെ സ്തുതിക്കും. സങ്കടങ്ങളെ സ്വർഗത്തിലേക്ക് എടുത്ത് കർത്താവിന്റെ പക്കൽ സമർപ്പിക്കാൻ കാവൽ മാലാഖിയെ കൂട്ടുവിളിച്ച് സ്തുതിച്ചേ. കാവൽ മാലാഖിയോട് ചേർന്ന് സ്തുതിച്ചേ. എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പറയണേ എന്ന് പറഞ്ഞ് സ്തുതിച്ചേ. ഇഷ്ടമുള്ള വിശുദ്ധരെ കൂട്ടുപിടിച്ച് സ്തുതിച്ചേ. വിശുദ്ധ അമ്മ ത്രേസ്യായോട് ചേർന്ന്, എവുപ്രാസ്യാമ്മയോട് ചേർന്ന്, മറിയം ത്രേസ്യാമ്മയോട് ചേർന്ന്, ബെനഡിക്റ്റ് പുണ്യവാനോട് ചേർന്ന്, അമ്മ ഡോൺ ബോസ്കോയോട് ചേർന്ന്, ഡൊമിനിക് സാവിയോട് ചേർന്ന്, ഡൊമിനിക്കിനോട് ചേർന്ന്, യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, സഭയുടെ എല്ലാ വിശുദ്ധരോടും ചേർന്ന്, മലങ്കര കത്തോലിക്ക സഭയുടെ മാർ ഇവാനുസ് തിരുമേനിയോട് ചേർന്ന് എല്ലാ മക്കളും സ്തുതിച്ചേ. കർത്താവിനെ കരങ്ങളടിച്ച് നൃത്തം ചെയ്ത് സ്തുതിച്ചേ മക്കളെ. ദൈവം തന്ന എല്ലാ സങ്കടങ്ങളെ ഓർത്ത്, മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. കൈകൾ വേദനയുള്ളവരും കൈകൾ കൊട്ടി സ്തുതിച്ചു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ
ശക്തമായ അഭിഷേകം ആലയത്തിൽ തരുന്നുണ്ട്. യേശുവേ യേശുവേ എന്ന് ഹല്ലേലൂയ പറഞ്ഞു സ്തുതിക്കട്ടെ മക്കളെ. കർത്താവേ നിന്നെ കാണണം കർത്താവേ, നിന്നെ അനുഭവിക്കണം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ. ഒരു ബിസിനസ് ഇപ്പൊ ഒട്ടും മെച്ചമില്ല. ലാഭ കണക്കുകൾ നോക്കുമ്പോ 500 രൂപ പോലും എത്തിപ്പെടാത്ത ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ തൊടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശക്തമായി സ്തുതിച്ച് ചുമലുകൾ രണ്ടും കൊഴഞ്ഞു പോകുന്ന പോലെ ക്ഷീണം വരുന്ന ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശക്തമായി വിളിച്ച മക്കളെ യേശുവേ. എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഈശോ ഈശോ ഈശോ. അനുഗ്രഹിക്കണേ അപ്പാ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, എല്ലാ സങ്കടങ്ങളുടെ മേൽ ആരാധിക്കുന്ന കർത്താവേ, എല്ലാ തെറ്റിദ്ധാരണയുടെ മേൽ ആരാധിക്കുന്ന കർത്താവേ, എല്ലാ ഇല്ലായ്മകളുടെ മേൽ ആരാധിക്കുന്ന കർത്താവേ. ഈശോ പറയുന്നു, 2 കുടുംബങ്ങൾ മാതാപിതാക്കളോട് പോലും ബന്ധമില്ലാതെ അകന്നു കഴിയുന്നു. കർത്താവ് ഇപ്പോൾ അവരോട് പറയുന്നു, അവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ച കർത്താവിന്റെ പക്കലേക്ക് വെച്ച് സ്തുതിക്കാൻ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഈശോ. മോനിക്ക പുണ്യവതി ഈശോ കാണിച്ചു തരുന്നു. മകന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് വ്യക്തമായി കാണിച്ചു തരുന്നു. വർഷങ്ങളേറെയായി, 22 വർഷത്തോളമായെന്ന് ഈശോ പറയുന്നു. മകന്റെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഈശോ കാണുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്കെല്ലാം ലൂസ് മോഷൻ വരുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ ഈശോ ആ കുടല് സംബന്ധമായ അസുഖം എടുത്തു മാറ്റി സൗഖ്യം കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറ കർത്താവിനോട്, ഈശോയെ എൻ്റെ കുടുംബം ഇത്രത്തോളം എത്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നീ കൊണ്ടുവന്ന് തന്നിട്ടില്ലേ? ഒരു മകള് പങ്കുവെച്ചതാ, കർത്താവേ ഇന്ന് പച്ചക്കറി മേടിക്കാൻ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സാധനങ്ങൾ മേടിക്കാൻ കൂട്ടുവരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളി വേദനയുണ്ട്, കറി വെക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ചെന്നപ്പോൾ എല്ലാം 2ആയിട്ടെടുത്തിട്ട് ഒരു പൊതി എനിക്ക് നീട്ടിയത് ഞാൻ ഓർക്കുന്നുവെന്ന് അവൾ പങ്കുവെച്ചെങ്കിൽ, അതുപോലെ ഈശോ നിനക്ക് വേണ്ടി പലരിലൂടെ നൽകിയ അനുഗ്രഹങ്ങളൊക്കെയുണ്ട്. ഇവിടെ ഇരുന്ന് ധ്യാനിച്ച് വലിയ നിശബ്ദതയിൽ കണ്ണുകളൊക്കെ ഒടിച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പലരും ഈ എന്നെ രക്ഷപ്പെടാനാ, ഇതൊന്നും മെച്ചപ്പെടാൻ പോകുന്നില്ല, വേറെ വലുതും നോക്കെന്നൊക്കെ പറഞ്ഞതും, ഈ ഭാര്യയെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടെന്ന് ചോദിച്ചതും, ഈ ചേട്ടനെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ ചിലപ്പോൾ ഓർമ്മകളിൽ വരും. ഈ മക്കൾ എന്താ ഇങ്ങനെയായിരിക്കുന്നത്? ഇല്ല, ഇതിനെല്ലാം എൻ്റെ കർത്താവ് ക്രമപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാ. പറമക്കളെ ഈശോയോട്, ഈശോ നീ എന്നെ മജ്ജയും മേധസ്സും കൊണ്ടൊന്ന് തൃപ്തിയടയ്ക്കാൻ നീ വരും കർത്താവേ. എൻ്റെ ആത്മാവ് നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കാൻ നീ അനുവദിക്കും. ദൈവമക്കളെ, ആത്മാവിനെ ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച്, ഈശോ എൻ്റെ ആത്മാവ് നിന്നോട് ഒട്ടിച്ചേരാൻ ആഗ്രഹിക്കുകയാണ്. തളർന്ന് വീഴാൻ തുടങ്ങുന്ന എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണേ ഈശോയെ. നിങ്ങൾ വിളിച്ച ഈശോ അടുത്തേക്ക് വരും. മരുഭൂമിയിൽ മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി കൊടുക്കാൻ ഇറങ്ങി വന്ന കർത്താവ് ഇപ്പം നിന്റെ അടുക്കിലേക്ക് വരുന്ന സമയമാണിത്. മക്കളെ, നമ്മൾ വചനമല്ലേ ധ്യാനിക്കുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ധ്യാനിക്കുന്നില്ലല്ലോ. വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറാത്ത വചനം, ഒരിക്കലും പരാജയപ്പെടാത്ത വചനം, കർത്താവിൻ്റെ ജീവനുള്ള വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള കർത്താവ് എന്നെയും നിങ്ങളെയും തേടി വരും. മക്കളെ, കണ്ണുകൾ അടച്ചോണം. കർത്താവിനോട് പറയണം, എന്നെയൊന്ന് കെട്ടിപ്പിടിക്കുക കർത്താവേ, എന്നെയൊന്ന് ചേർത്ത് പിടിക്കുക കർത്താവേ. കർത്താവ് നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിന്റെ കരങ്ങൾ നീ വെറുതെ വെക്കരുത്, അവനെ ചേർത്ത് പിടിക്കണം. ഒന്നാകാനൊന്ന് ആഗ്രഹിച്ച്, എൻ്റെ ഈ ജീവിതം കർത്താവിലേക്ക് എത്തിച്ചേരേണ്ടതല്ലേ? എൻ്റെ ആത്മാവ് അവനോട് ഒട്ടിച്ചേരേണ്ടതല്ലേ? ഈശോയെ, ഏതെങ്കിലും വിധത്തിൽ നിന്നെ മറന്നും നിനക്ക് സമയം തരാതെയും ഒക്കെ ഞാൻ ചലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പോട് ചോദിക്കണം. മക്കളെല്ലാം കണ്ണുകളടച്ച് ആത്മാവിൽ ഈശോയോട് ഒട്ടിച്ചേരുന്നത് പോലെ ഈശോയെ കെട്ടിപ്പിടിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് ഈശോയോട് പറ, ഈശോയെ എനിക്ക് തെറ്റിയിട്ടുണ്ട് കർത്താവേ,
എനിക്ക് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ കർത്താവേ, എനിക്ക് പോരായ്മ വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ട്, അരിശപ്പെട്ടും ചീത്ത വാക്കു പറഞ്ഞു, പലപ്പോൾ സഭയെ തള്ളിപ്പറഞ്ഞു, അച്ഛന്മാരെ കുറ്റപ്പെടുത്തി, പരദൂഷണം പറഞ്ഞു, അസൂയപ്പെട്ടും സ്വാർത്ഥതപ്പെട്ടും ഒക്കെ ഞാൻ നടന്നിട്ടുണ്ട് കർത്താവേ. അവിടെയൊക്കെ നിന്നിൽ നിന്ന് ഞാൻ ഒത്തിരി അകന്നു പോയിട്ടുണ്ട് ഈശോയെ. അതിനെല്ലാം പകരമായി ഈശോ ഇപ്പോൾ എൻ്റെ അടുക്കലേക്ക് ഓടി വരണേ കർത്താവേ. ജീവിത പങ്കാളിയെ വേണ്ട വിധം മനസ്സിലാക്കാത്തവ തെറ്റാ. ഈശോയോട് പറ, ഈശോയെ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. കുഞ്ഞുമക്കള് നന്നായിട്ട് പഠിക്കാതെ മടി പിടിച്ചും കളിച്ചും അലസതയോടെ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയോട് ക്ഷമ ചോദിക്കണം. ഈശോ അനുഗ്രഹിക്കുമ്പോൾ, അവൻ നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ കുഞ്ഞു പാപത്തിൻ്റെ ലാഞ്ചന പോലും പാടില്ല. ഈശോ നിന്നോട് ഒട്ടിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ പക്കലേക്ക് 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് നീ ഈശോയെ കെട്ടിപ്പിടിച്ച്, ഈശോ നിന്നെ കെട്ടിപ്പിടിച്ചു, മറ്റൊന്നുമില്ല. ഈശോ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ. ഈശോ നിന്റെ കൂടെ നിൽക്കുകയാ. ഈശോ നിന്റെ ഒപ്പം നിൽക്കുകയാ. ഈശോ നിന്നോട് ചേർന്നിരിക്കുകയാ. നിന്റെ ചങ്കിനോട് ഈശോ ചേർന്നിരിക്കുകയാ. മക്കളെ, ശക്തമായി കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഈശോ 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞ് സ്തുതിച്ചേ മക്കളെ. വലിയ ദൈവാനുഭവം തരും കർത്താവ്, വലിയ ആശ്വാസം തരും ഈശോ. ഈശോ 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 എൻ്റെ ഈശോ, എൻ്റെ ഈശോ 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 മക്കളെ, മനം തുറന്ന് സ്തുതിച്ചോ, അനം തുറന്ന് സ്തുതിച്ചോ. ആത്മീയ അഭിഷേകങ്ങൾ തരും ഈശോ. വലിയ വേദനകൾ ഈശോ എടുത്തു മാറ്റൂ. നിന്റെ ആത്മാവിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഈശോ തരും നിനക്ക്. നിന്നോട് കൂടെ പിരിയാത്തൊരു ബന്ധം. ഈശോ, എൻ്റെ ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, എൻ പ്രിയനായ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. എൻ്റെ ആത്മനാഥൻ എൻ്റേത്, ഞാൻ അവൻ്റേതുമാണ്. എൻ്റെ കർത്താവ് എന്റേത്, ഞാൻ അവൻ്റേത്. കർത്താവ് എന്റേത് മാത്രം, ഞാൻ അവൻ്റേത് മാത്രം. എല്ലാ ജീവിതങ്ങളും പറയട്ടെ, കുടുംബമൊക്കെ കർത്താവിൻ്റേത് മാത്രമാ. കർത്താവ് നിന്റേത്. വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എല്ലാ ജീവിതങ്ങളും ഈശോയെ ചേർത്ത് വിളിച്ച് മക്കളെ, യേശുവേ എന്ന് വിളിക്കട്ടെ, ആവർത്തിച്ച് വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ, ഈശോ 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 ഈശോയേ, ഈശോ ഈശോ ഈശോ. ആരാധന കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മതിമറന്ന് സ്തുതിക്കട്ടെ, ആരും ആരെയും ശ്രദ്ധിക്കരുത്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. അവനെ ധ്യാനിക്കാൻ പോവുകയാണ്. ആരാധനയ്ക്ക് അറ്റം യോഗ്യനായവനെ എല്ലാം മറന്ന് ആരാധിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുകയാണ്. ആരും പാടുന്നില്ല. കണ്ണുകളടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. കുഞ്ഞുങ്ങൾ മാത്രമാക്കി കൂടെ പാടും. നിങ്ങൾ ആത്മാവിൽ ഈശോയോട് കെട്ടിപ്പിടിച്ച് നിൽക്കും. വലിയ രോഗസൗഖ്യങ്ങളൊക്കെ ഈശോ തരുന്ന സമയമാണിത്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അവിരാമം നിങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ
അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന ഈ നിമിഷം നിനക്കേകിടാനാൻ എൻ കൈയിലൊന്നു നാദാ ഈ നിമിഷം നിനക്കേകിടാനാൻ എൻ കൈയിലൊന്നു നാദാ പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന ആരാധനക്കേറ്റ യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ ആരാധനക്കേറ്റ യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. കർത്താവ് ഈ സമയം അത്രയും നമ്മളോട് കാണിച്ച എല്ലാ കരുണയ്ക്കും സ്നേഹത്തിനുമെല്ലാം നമുക്ക് നന്ദി പറയാം. ഈശോയെ, എനിക്ക് നീ മാത്രമേ ഉള്ളെന്ന് എല്ലാ മനസ്സും ഈശോയോട് പറ. എൻ്റെ മുഴുവൻ ദാഹവും നിനക്ക് വേണ്ടിയാക്കി മാറ്റണേ കർത്താവേ. എൻ്റെ എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ വേദനകളും, എല്ലാ സന്തോഷങ്ങളും ഒക്കെ ഈശോയുടെ പക്കലേക്ക് എടുത്തു വെച്ച് വ്യക്തിപരമായി നമുക്ക് ഈശോയെ അനുഭവിക്കാൻ ഒരു കൃപ ചോദിക്കുക ഈശോയോട്. നീ തന്നത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിന്നെ കൂടാതെ ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ ആനന്ദിക്കാനോ പറ്റാത്ത വിധത്തിൽ എന്നെ നിന്നോട് ഒട്ടിച്ചേർക്കണ ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ച് കർത്താവിനോട് ഒട്ടിച്ചേരട്ടെ. എല്ലാ ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈശോ ഈ അൾത്താരയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഏതൊക്കെ ആഗ്രഹത്തോടെയാണോ നീ കടന്നു വന്നേ, ഈ കർത്താവിൻ്റെ സ്നേഹാഗ്നിയിലേക്ക് അതെല്ലാം ചേർത്ത് വയ്ക്കൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മരുഭൂമി താണ്ടി മടുത്ത് കുഴഞ്ഞ കാലുകൾ, മരുഭൂമി മറികടക്കാൻ ഞാൻ അധ്വാനിച്ച എൻ്റെ കരങ്ങൾ കുഴഞ്ഞ് തഴമ്പെടുത്ത് ഒക്കെ ഇരിക്കുന്ന കൈകളാണ് എൻ്റേത്. എൻ്റെ മനസ്സ് ചിന്തിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് നിരാശയിൽ കട്ടി കുറഞ്ഞു പോയ മനസ്സായി മാറി. കർത്താവേ, കണ്ണുനീരൊന്ന് വില്ലി എനിക്കറിയാൻ. അങ്ങനെയെങ്കിൽ അത് ഈശോയ്ക്ക് കൊടുക്കുക. എന്തേ നീ കേൾക്കാത്തതെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന കർത്താവേ. അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇരു കരങ്ങളും ഉയർത്തി
ഈശോയെ ഒന്നിൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ അങ്ങ് പറഞ്ഞില്ലേ കർത്താവേ? നിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ ചോദിക്കുക കർത്താവേ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചോദിച്ച് പ്രാർത്ഥിച്ചോണം. എന്തൊക്കെ വേണോ അതൊക്കെ ചോദിച്ചോണം ഈശോയോട്. മതിമറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ചോദിക്കുവേ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പേ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവേ, ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങേക്ക് തരുന്നു കർത്താവേ. ഈ വൈദികരോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് അർപ്പിച്ച വിശുദ്ധ ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾക്കോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളുടെ മേൽ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠകൾ മാറട്ടെ കർത്താവേ, സങ്കടങ്ങൾ മാറട്ടെ കർത്താവേ. ജോലിയില്ലാത്ത അവസ്ഥകളുടെ മേൽ കർത്താവിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയുടെ മേൽ വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനസ്സിന്റെ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരാജയം മാത്രമുള്ള മക്കൾക്ക് വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. കഠിനമായ രോഗം ശരീരത്തിൽ അനുഭവിക്കുന്ന മക്കളെ എന്റെ ഈശോയെ തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ അവയവങ്ങളെ സമർപ്പിക്കുക രോഗികളെ മക്കള്. ഓരോ അവയവങ്ങളെയും ശരീരത്തിലെ ചെറുതും വലുതുമായ രോഗമുള്ള മക്കള് ഓരോ കോശങ്ങളെ സമർപ്പിക്കുക, ഓരോ അവയവങ്ങളെ സമർപ്പിക്കുക, രക്തധമനങ്ങളെ സമർപ്പിക്കുക. കർത്താവ് സമ്പൂർണ്ണമായി സൗഖ്യം തരുമെന്ന് വിശ്വസിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഞങ്ങളെ ചേർത്ത് പിടിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ മുമ്പിൽ വലിയ ആശീർവാദം വരാൻ പോവുകയാണ്. ഈശോയെ, കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ വലിയ അഭിഷേകം മരുഭൂമിയിൽ നിന്ന് ഹോറബിലേക്ക് എത്തിയപ്പോൾ മോശയ്ക്ക് കൊടുത്തില്ലേ? അത് തന്നെ ഇപ്പം ഞങ്ങൾക്ക് വേണം. അത് വേണം. മാറ്റം വരണം കർത്താവെ ഞങ്ങളുടെ മരുഭൂമികൾക്ക്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദിവ്യകാരുണ്യനാഥനെ നോക്കി സ്തുതിച്ചോളുക. നിങ്ങൾ ആരെ ശ്രദ്ധിക്കേണ്ട, ഈശോയെ മാത്രം. ഈശോയെ വിളിച്ചോളുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും ചേർത്ത് വെച്ച് ചെറിയ സ്വരത്തിലല്ല, വലിയ സ്വരത്തിൽ നിങ്ങൾ സ്വതന്ത്രമായി സ്തുതിക്കണം. ഈ മക്കളുടെ സ്വരം ദിവ്യകാരുണ്യനാഥൻ്റെ ചെവികളിലെത്തി വലിയ അനുഗ്രഹങ്ങൾ, വലിയ അടയാളങ്ങൾ തരണം. പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ നമ്മളെ വെറും കയ്യോടെ കർത്താവ് പറഞ്ഞയക്കരുത്. വചനം പ്രവർത്തിക്കട്ടെ, വചനം അനുഭവമാകട്ടെ, വചനം അഭിഷേകമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. എൻ്റെ കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തുന്ന കർത്താവെ നന്ദി പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. നിന്റെ മനസ്സറിയ, തിരുഹിതമറിയ, കൃപ തരണേ, വരം തരണേ.
നിന്റെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണാൻ കൃപ തരണേ. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, എൻ്റെ ജീവന്റെ കാരണമേ. ആരാധന ആരാധന എൻ്റെ അഭയശീല